കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. യു സീ ദി ഐറണി, ഡോണ്ട് യു? സെവന്ത് ഡേ എന്ന സിനിമയിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രം പറയുന്നൊരു ഡയലോഗാണിത്. യു സീ ദി ഐറണി, ഡോണ്ട് യു? ഈ ഐറണി എന്ന് പറഞ്ഞ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഐറണിയെ പറ്റിയാണ്. ഹായ് എവരി വൺ, ഇത് നമ്മുടെ ഇംഗ്ലീഷ് വീഡിയോയുടെ 2ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുൻപ് നമ്മളൊരു ഇംഗ്ലീഷ് വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി ഐ ബട്ടണിലും പോയി ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. എന്താണ് ഐറണി? നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ ഒരു ഡിക്ഷണറിയിലോ എൻസൈക്ലോപീഡിയയിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. ഐറണി ഈസ് എ റെറ്ററിക്കൽ ഡിവൈസ്. ഐറണി ഈസ് എ ലിറ്റററി ടെക്നിക്. ഓക്കെ, എന്താണ് ഈ റെറ്ററിക്കൽ ഡിവൈസ്? എന്താണ് ഈ ലിറ്റററി ടെക്നിക്? ഇതൊന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം വേണമെന്നാണെങ്കിൽ പറയാം. ഐറണി ഈസ് എ ലിറ്റററി ടെക്നിക് വേർ ദ ചോയ്സൺ വേർഡ്സ് ആർ ഇന്റൻഷനലി യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എ മീനിങ് അതർ ദാൻ ദ ലിറ്ററൽ വൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് അതല്ലാതെ വേറെന്തെങ്കിലും പറയുക, അല്ലെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയ കാര്യം പറയുക. അതാണ് ഐറണി എന്ന് പറയുന്നത്. ഈ ഐറണിയെ ശരിക്കും 3 ആയിട്ട് വിഭജിക്കാം. 1 വെർബൽ ഐറണി, 2 സിറ്റുവേഷണൽ ഐറണി, 3 ഡ്രാമാറ്റിക് ഐറണി. എല്ലാം പറയാം. എന്താണ് വെർബൽ ഐറണി? വെർബൽ ഐറണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പറയുന്നു, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറൊന്നാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഐറണിയെ സർക്കസം എന്ന് പറഞ്ഞൊരു സംഭവമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യാറുണ്ട്. സർക്കസം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും കുറച്ചു പേരെങ്കിലും. സർക്കാസ്റ്റിക് ആയി സംസാരിക്കരുത് നമ്മൾ പറയാറില്ലേ? സർക്കസം അല്ലെങ്കിൽ സർക്കാസ്റ്റിക് ആയി സംസാരിക്കുന്നത് ഒരു ഇൻസൾട്ടിങ് ആണ്, ഇന്റൻഷനലി ഇൻസൾട്ടിങ്. നമ്മൾ ഒരാളോട് ഇപ്പം ഒരാൾ ഭയങ്കര മോശമായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കൊള്ളാലോ, നന്നായിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത്. ഒരാൾ ഒരു പാത്രം താഴെ ഇടുന്നു, ആ പാത്രം താഴെ നേരത്ത് വാവ് സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ പാത്രം പൊട്ടിക്കഴിഞ്ഞു നമ്മൾ പറയുവാണ് സൂപ്പർ എന്ന് പറയുകയാണെങ്കിൽ, സൂപ്പർ എന്ന് പറഞ്ഞ വാക്ക് പോസിറ്റീവായ വാക്കാണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ല. അതാണ് സർക്കസം അല്ലെങ്കിൽ സർക്കാസ്റ്റിക് ആയി സംസാരിക്കുക. ഈ ഐറണിയിലെ ഒരു ഭാഗം വെർബൽ ഐറണി സർക്കാസ്റ്റിക് കൂടി ആകാം. ഓക്കെ, എപ്പോഴും സർക്കസം ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. വെർബൽ ഐറണിക്ക് ഒരു നല്ലൊരു ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, വീണ് കഴിഞ്ഞാൽ കറിയാവുന്ന ചായ. നമ്മൾ വളരെ എക്സ്പെൻസീവായ നല്ല കോസ്റ്റ്ലി ആയ ഒരു തുണി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലോട്ട് ആ ചായ വീണ് കഴിഞ്ഞാൽ അതിൽ കറ പറ്റുന്നതായിരുന്നു. ഓ ഗ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ഗ്രേറ്റിന് വളരെ നന്നായിരിക്കുന്നു എന്നല്ല അർത്ഥം. അവിടെ അതൊരു വെർബൽ ഐറണിയാണ്. ഓക്കെ, 2ാമത്തത് സിറ്റുവേഷണൽ ഐറണി. സിറ്റുവേഷണൽ ഐറണി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല നടക്കുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അതിന് ഉദാഹരണം ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞ് പറയാം. 3ാമത്തെ കാര്യം ഡ്രാമാറ്റിക് ഐറണി. ഡ്രാമാറ്റിക് ഐറണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയിലോ നോവലിലോ ഒരു കഥയിലോ കഥാപാത്രത്തിന് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ വായനക്കാർ, നമ്മൾ പ്രേക്ഷകർക്ക് നമുക്കത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതാണ് ഡ്രാമാറ്റിക് ഐറണി. അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉദാഹരണം പറയണമെന്നില്ല. എന്നാലും ഓക്കെ, ഒരു ഉദാഹരണത്തിന് ഇപ്പം ഒരു നായകൻ നായികയെ കുറെ നാളായിട്ട് ഒരു കോഫി ഷോപ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ നായിക കോഫി ഷോപ്പിലോട്ട് വരുന്നു, കാപ്പി കുടിക്കുന്നു, തിരിച്ചു പോകുന്നു. ഓക്കെ, 10 ദിവസം നായകൻ കുറച്ച് ദൂരെ നിന്ന് കാണുന്നു, പോയി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ അതിനുള്ള ധൈര്യം കിട്ടുന്നില്ല. 11ാമത്തെ ദിവസം ധൈര്യം സംഭരിച്ച് നായകൻ നായികയെ കാണാൻ പോകുന്ന നേരത്ത് നായിക അന്ന് വരുന്നില്ല. അതാണ് ഡ്രാമാറ്റിക് ഐറണി. ഓക്കെ, നമ്മൾ പ്രേക്ഷകർക്ക് നമുക്കറിയാം അന്ന് നായിക വരില്ല, കാരണം എന്തുമാവാം, നായികയ്ക്ക് എന്തെങ്കിലും അസുഖമാവാം, അല്ലെങ്കിൽ അന്ന് വരാൻ പ്ലാൻ ഉണ്ടാവില്ല, നമുക്കറിയാം. പക്ഷേ ആ നായകൻ അറിയുന്നില്ല. അതാണ് ഡ്രാമാറ്റിക് ഐറണി. സിറ്റുവേഷണൽ ഐറണി. എന്താണ് ഈ സിറ്റുവേഷണൽ ഐറണി? 2ാമത്തെ കാര്യം. സിറ്റുവേഷണൽ ഐറണി എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഐറണി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഈ ഐറണി? മലയാളത്തിൽ ഇങ്ങനെ വാക്കില്ലേ? ഇല്ലാഞ്ഞിട്ടാണോ ഞാൻ ഇത്ര നേരം ഐറണി എന്ന് പറഞ്ഞത്? അല്ല, മലയാളത്തിന്റെ വാക്കുണ്ട്. ആ വാക്കാണ് വിരോധാഭാസം. നമ്മൾ കുറെ പേരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാകാവുന്ന ഒരു വാക്കാണ്. പക്ഷേ ഇംഗ്ലീഷിൽ കേൾക്കുന്ന നേരത്ത് ഭയങ്കര വലിയ വാക്കായിട്ട് തോന്നും. കടിച്ച പൊട്ടാത്ത ഐറണി എന്ന് പറഞ്ഞൊരു വാക്ക്. IRONY, ഇതാണ് ഇതിന്റെ സ്പെല്ലിംഗ്. ഓക്കെ, ഐറണി എന്ന് പറഞ്ഞാൽ വിരോധാഭാസം എന്നാണ്. വിരോധാഭാസത്തിന് 2 ഉദാഹരണങ്ങൾ പറയാം. 1ാമത്തെ ഒരു ഉദാഹരണമാണ്, ജോലി കിട്ടിയാലേ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകുകയുള്ളൂ. എന്നാൽ ജോലി കിട്ടാനായിട്ട് എക്സ്പീരിയൻസ് വേണം. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന നേരത്ത് അവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ്. ഇല്ല, ഞാൻ ഒരു ഫ്രഷറാണ്. അപ്പൊ അവർ പറയും സോറി
ഞങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ എടുക്കുന്നുള്ളൂ. ആ എക്സ്പീരിയൻസ് കിട്ടാൻ എന്ത് വേണം? ജോലി വേണം. ആ ജോലി ആരും തരുന്നില്ല, എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ള കാരണം കൊണ്ടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആ ജോലി കിട്ടുമോ? ഫ്രഷേഴ്സിനെ മാത്രം എടുക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടും, ഇല്ലെങ്കിൽ നമുക്കത് കിട്ടുകയില്ല. അവിടെ ഒരു ഐറണിയാണ്, വിരോധാഭാസമാണ്. രണ്ടാമത്തെ ഒരു സിറ്റുവേഷന് 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, നമ്മൾ ഓൾറെഡി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് അവിടെ നിന്ന് റിസൈൻ ചെയ്യണം. റിസൈൻ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മളൊരു 2 മാസത്തെ നോട്ടീസ് പീരിയഡ് കമ്പനിക്ക് കൊടുക്കണം. ഓക്കെ, പറയുകയാണ് ഡിസംബർ 1-ാം തീയതി ഞാൻ റിസൈൻ ചെയ്യുകയാണ് എന്ന് നമ്മൾ മാനേജറിനോട് പോയി പറയുന്ന നേരത്ത് അവർ പറയും, ഓക്കെ, ഇന്നു മുതൽ 2 മാസത്തിന് ശേഷം നിങ്ങൾക്ക് റിസൈൻ ചെയ്യാം, നിങ്ങളിപ്പോൾ നോട്ടീസ് പീരിയഡിലാണ്. എന്ന് വെച്ചാൽ ജനുവരി 31-ാം തീയതി ആയിരിക്കും നിങ്ങളുടെ അവസാന ദിവസം. ഫെബ്രുവരി 1 മുതൽ നിങ്ങളെ ഞങ്ങൾ റിലീവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആ ഒരു കാലയളവിൽ നമ്മൾ വേറൊരു സ്ഥലത്ത് ഇന്റർവ്യൂവിന് പോയി അപേക്ഷിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെ ഇന്റർവ്യൂവിന് പോയി അപേക്ഷിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കും, ഓക്കെ, നിങ്ങൾക്ക് എന്ത് ജോയിൻ ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മൾ പറയുകയാണ്, എനിക്ക് ഫെബ്രുവരി 1-ാം തീയതി ജോയിൻ ചെയ്യാം എന്നൊരു പറയുന്ന നേരത്തെ അവർ പറയുന്നു, ഇല്ല, ഞങ്ങൾ ഇന്റർവ്യൂ എടുത്തിരിക്കുന്നത് നിങ്ങൾ ഉടനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ്, നിങ്ങൾ ഉടനെ ജോയിൻ ചെയ്യണം. നമുക്ക് പഴയ കമ്പനിയിൽ നിന്ന് ലീവ് ചെയ്യാനും പറ്റില്ല, ഇവിടെ ജോയിൻ ചെയ്യാനും പറ്റില്ല. വേറൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ വാടക വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, മുംബൈ, ഡൽഹി, കൊൽക്കത്ത തുടങ്ങിയ വലിയ വലിയ സിറ്റികളിൽ നിങ്ങൾ വാടക വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓണറിനോട് നിങ്ങൾ ഒരു 2 മാസം മുൻപെങ്കിലും പറഞ്ഞിരിക്കണം, ഞങ്ങൾ ഈ വീട് വിട്ടു പോവുകയാണ്, ഞങ്ങൾ വേറെ വീട് അന്വേഷിക്കുന്നുണ്ടെന്ന്. വേറെ വീട് അന്വേഷിച്ച് നിങ്ങളൊരു വീട് കണ്ടെത്തി എന്നിരിക്കട്ടെ. അവർ പറയും, നിങ്ങൾ ഉടനെ വന്ന് ഇവിടെ ഒക്യുപ്പൈ ചെയ്യണം, ഇല്ലെങ്കിൽ അടുത്ത 2 മാസം ഞങ്ങൾക്ക് നഷ്ടമാണ്. അപ്പം അവിടെ ഒരു ഐറണിയാണ്. നമ്മൾ നേരത്തെ പറയണം, എന്നാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ അന്വേഷിക്കണം, അന്വേഷിച്ച് അവിടെ ഉടനെ ജോയിൻ ചെയ്യണം. ഇതൊക്കെയാണ് ഐറണി അല്ലെങ്കിൽ വിരോധാഭാസം എന്ന് പറഞ്ഞ വാക്കുകൾക്കുള്ള ഉദാഹരണങ്ങൾ. എന്തുകൊണ്ട് പൃഥ്വിരാജ് യു സീ ദി ഐറണി ഡോണ്ട് യു, നിങ്ങൾക്ക് ഇതിൽ വിരോധാഭാസം കാണാൻ പറ്റുന്നില്ലേ എന്ന് ചോദിച്ചതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. 3 പേരും തോറ്റുപോയവരാണ്. അതുകൊണ്ട് പൊരുതി തോറ്റാലങ്ങ് പോട്ടെന്ന് വെക്കും ഞാൻ. കർണനും നെപ്പോളിയനും ഭഗത് സിംഗും ജീവിതത്തിൽ ഒത്തിരി അച്ചീവ് ചെയ്തിട്ടും ജീവിതത്തിൽ തോറ്റുപോയവരാണ്. ആ തോറ്റുപോയവരെ ഹീറോ ആക്കി എടുത്തതുകൊണ്ടാണ് ഈ 3 പേരും എന്റെ ഹീറോ ആണെന്ന് പൃഥ്വിരാജിന്റെ കഥാപാത്രം പറയുന്നത്. അവിടെയാണ് ആ വിരോധാഭാസം വരുന്നത്. ഇത് സിറ്റുവേഷണൽ ഐറണി എന്ന് പറഞ്ഞ ആ ഐറണിക്ക് ഒരു ഉദാഹരണമാണ്. ഐറണി എന്താണെന്നും വിരോധാഭാസത്തിന് ഉദാഹരണം എന്താണെന്നും കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും പറയുന്നുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇംഗ്ലീഷ് പദപ്രയോഗങ്ങളുമായി കാണുന്നവരെ ബൈ.